ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ ഒരു എഡിറ്റിങ്ങും ഇല്ല, ഒന്നുമില്ല, നേരെ സംസാരിക്കുവാണേ. എൻ്റെ ഡ്രസ്സ് നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കളറാട്ടോ ഇത്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമുണ്ട്, ചില മഞ്ഞ ചാനലുകൾ. അതായത് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ മാക്സിമം നല്ല സഭ്യമായ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. വളരെ ഡീസൻ്റായിട്ട്, അതായത് നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും അല്ലെങ്കിൽ സ്വതവേ ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിനാണ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നത്. അല്ല, മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തിനെക്കുറിച്ച് എനിക്ക് യാതൊരു പരാതിയില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും നല്ല യൂട്യൂബ് വരുമാനവും ഇഷ്ടംപോലെ കമൻസും കിട്ടുന്നത് മഞ്ഞ പത്രക്കാർക്കാണ്, മഞ്ഞ ചാനലുകാർക്കാണ് അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് പണ്ടോട്ടെ ബിസിനസ് മൈൻഡ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു, ഓക്കെ, യൂട്യൂബിൽ ചെറിയ പോക്കറ്റ് മണിയൊക്കെ കിട്ടിയാൽ എനിക്ക് ഉപകാരപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. വിത്ത് എ ലോട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ അതിൻ്റെ കൂടെയാണെങ്കിലും പറ്റുന്ന പോലെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഉണ്ടാക്കി. വീഡിയോകളൊന്നും അത്ര മോശമൊന്നുമല്ല. ആദ്യ കാലങ്ങളിൽ കുറേ എന്താ പറയുക, ഫണി ടിക്ടോക്ക് പോലെയുള്ളതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ഞാൻ മലയാളികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കി കൂടുതലും ഞാൻ മലയാളം ചാനലുകൾ കാണുന്നത്. അപ്പം മലയാളത്തിൽ നല്ലവണ്ണം ചീത്ത തെറി പറയാനൊക്കെ നല്ല സന്തോഷമുള്ളവരും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികളെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം അതിന് ലൈക്കും കൊടുക്കുന്നു, ഇഷ്ടംപോലെ കമൻറ്റും കൊടുക്കുന്നു, സബ്സ്ക്രൈബും ചെയ്യുന്നു. അതിലാണ് എനിക്ക് അതിശയം. കാരണം അവരെ ചീത്ത പറയും, ഈ മഞ്ഞപ്പത്രക്കാരെ ചീത്ത പറയും, അതിനുശേഷം അവരെ സബ്സ്ക്രൈബും ചെയ്യും. അപ്പം എന്തായാലും യൂട്യൂബ് അൽഗോരിതം കൊണ്ട് എന്താ പറയുക, ഞാൻ ഏതായാലും എനിക്ക് 1554 വജ്രമുത്തുകളെന്നാണോ എന്താ അതിന് പറയുക, പവിഴം പോലെ എനിക്ക് കൂട്ടുകാർ 1554 പേരുണ്ട്. ഐ ഹാവ് 1554 ഫ്രണ്ട്സ് വിത്ത് മീ ഇൻ യൂട്യൂബ് ചാനൽ. സോ ഐ ആം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് ആൻഡ് എവരി വൺ ഹൂ ഈസ് റെസ്പെക്ടിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. പക്ഷേ എനിക്ക് പറയണം തോന്നിയായിരുന്നു. താങ്ക് യു. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഫാമിലി വ്ളോഗേഴ്സോ അവരൊക്കെ വളരെ ഡീസൻ്റായിട്ട് അവരുടെ വീഡിയോ ചെയ്യും. ഇപ്പം എൻ്റെ കസിനാണ് ബ്ലഷ് വിത്ത് ആഷ്. ഐ എം വെരി പ്രൗഡ് ഓഫ് ഹർ. അവർ വളരെ കഷ്ടപ്പെട്ട് ആണ് ആ കുട്ടി വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഒത്തിരി എന്താ പറയുക, വളരെ ഭംഗിയായിട്ട് വീഡിയോ എല്ലാം ചെയ്യുന്ന എത്രയോ കുട്ടികളും ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പം ഈ മലയാളത്തിൽ ചീത്ത എന്ന് പറയുന്ന ചീത്ത വാക്കുകളെന്ന് നമ്മൾ എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന ചീത്ത വാക്കുകളും തെറി വാക്കുകളും ഒക്കെ പറയുന്ന ചാനലിന് നല്ല വ്യൂസാണ്, ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർക്ക് നല്ലോണം പൈസയും കിട്ടുന്നുണ്ടാവുമല്ലേ. പാവപ്പെട്ട എനിക്ക് 10 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കുറച്ചും കൂടി ബിസിനസ് മൈൻഡ് ആവേണ്ടതിരിക്കുന്നു. ഓക്കെ, ഞാൻ ആക്ച്വലി MBAക്ക് പോയിട്ടും കാര്യമില്ല. MBAക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. പക്ഷേ നമുക്ക് ബിസിനസ് മൈൻഡ് ആവാൻ പറ്റണല്ലേ, എന്നാലേ പൈസ കിട്ടത്തുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. ഒന്നുമില്ലെങ്കിലും യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർക്ക് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ മുന്നിലും ഈ പറഞ്ഞ പോലെ ചില മഞ്ഞ ചാനലുകാർ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അതിലെ ചീത്ത വാക്കുകളൊക്കെ കേട്ട് ചെവിയെല്ലാം പൊത്തി. ഇപ്പോഴത്തെ കമൻ്റൊന്നും ഞാൻ എഴുതിയില്ല, എങ്കിലും ഞാൻ വളരെ അതിശയിച്ചു പോയി. എനിക്ക് 10 രൂപ പോലും കിട്ടുന്നുമില്ല. ഇനിയിപ്പം നമ്മളും ചീത്ത വാക്കൊക്കെ പറഞ്ഞ് പഠിക്കണോ? മറ്റുള്ളവരെ കുറ്റം പറയണോ?
എനിക്ക് 10 രൂപ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ ഭഗവാനെ, എനിക്ക് ആ ഒരു സംസ്കാരത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും എന്താ പറയുക, എൻ്റെ ഈ 1554 കൂട്ടുകാരുണ്ടല്ലോ യൂട്യൂബിലെ, അവരോട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഐ ആം വെരി താങ്ക്ഫുൾ ടു മൈ 1554 ഡയമണ്ട്സ്. ഓർ യു ആർ വെരി വെരി, എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. എന്നെ ഏറ്റവും അധികം, എന്നോട് വളരെ റെസ്പെക്റ്റോടുകൂടിയും ബഹുമാനത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും പെരുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.